ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ 15-ാം തീയതി എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതിപ്പോൾ ഏത് കാര്യം ആയിക്കൊള്ളട്ടെ, ഞാൻ തുടങ്ങി വെക്കും, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതും ഓരോരോ അസുഖങ്ങളായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഓരോരോ ഹോബികളായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഓഫില്ലായിരുന്നു, അതായത് ഏപ്രിൽ 15-ാം തീയതി എനിക്ക് ഓഫില്ലായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഓഫായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഓഫ് എടുക്കുന്നത്. അപ്പം ഞാനന്ന് മോർണിംഗ് കയറിയിട്ട് 4 മണി ആ ഒരു സമയത്ത് ഇറങ്ങാം, 5 മണിക്ക് കേക്ക് കട്ട് ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ 4:45 പിന്നെ എന്നെ കൊണ്ട് വീട്ടിൽ വിട്ടേച്ച് ഏട്ടൻ കേക്ക് വാങ്ങിക്കാൻ പോയി. ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാനും ഉള്ള ആ ഒരു തന്ത്രപ്പാടിലായിരുന്നു. എനിക്ക് പറ്റാത്തതുകൊണ്ട് ഏട്ടൻ്റെ കൂട്ടുകാരന്മാരെ കൊണ്ടാണ് ഞാൻ ബാക്കി ചെയ്യിപ്പിച്ചത്. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവളെ കുളിപ്പിച്ചൊരുക്കി, മോർണിംഗ് കുളിപ്പിച്ചൊരുക്കി. അതിൻ്റെ കൂടെ രണ്ടാമത് വന്നിട്ട് കുളിപ്പിച്ചൊരുക്കി സുന്ദരിക്കുട്ടിയാക്കി പുതിയ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചിട്ട് ആപ്പൂസും പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിന്നായിരുന്നു. അപ്പം ഒരാൾ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന് കുറച്ച് നേരം. ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വലിയ റീസൺ ഒന്നുമില്ല, ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ജാനിക്കുട്ടിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ മോളെ വിളിച്ചു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ട് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഏട്ടൻ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാനായിട്ടുള്ള തിരക്കിലായിരുന്നു. ഞാനും ജാനിക്കുട്ടിയും ആപ്പൂസും കൂടെ ഫോട്ടോസ് എടുക്കാൻ പോയി. ഇതാണ് നമ്മുടെ നാണുചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേയും ഈ പറയും പോലെ മെയ് 2-ാം തീയതി ആയിരുന്നു. അങ്ങനെ അതാണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കാൻ പോയടുത്ത് കുറേ ലാഗടിച്ച് നിന്നു. കാരണം ജാനി ഭയങ്കര, അതായത് നമ്മൾ മോളെ എങ്ങനെ നിൽക്കടാന്ന് പറയുമ്പോൾ അവൾ വേറെ രീതിയിലാണ് നിൽക്കുന്നത്. അവൾ ഭയങ്കര കൊഞ്ചലാണ്, അതായത് ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോഴാണേലും അവൾ ഭയങ്കര കൊഞ്ചലാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു 6 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വന്നിട്ട് അവൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അവൾക്ക് ഓൾറെഡി അറിയായിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊളിച്ച് നോക്കി. അവളും ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി.